IS റിക്രൂട്ട്മെന്റിൽ നിന്ന് നേരെ നമ്മൾ ഡൽഹി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്കാണ് പോകുന്നത്. കാരണം ഇതിന്റെ എല്ലാം പിന്നിൽ ഇസ്ലാമിക ഭീകര ശക്തികളാണ്. കേരളത്തിലെ IS റിക്രൂട്ട്മെന്റ് ആണെങ്കിലും ഡൽഹിയിൽ സ്ഫോടനം നടത്തിയിട്ടുള്ള പ്രശ്നക്കാരാണെങ്കിലും ഇതെല്ലാം ജിഹാദി ശക്തികളാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, ഡൽഹി സ്ഫോടനത്തിന്റെ പിന്നിൽ അൽ ഫലാഹ് എന്ന സർവകലാശാല ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. ഫരീദാബാദിലെ ഈ അൽ ഫലാഹ് എന്ന സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടുള്ള ഒരു ജിഹാദിയാണ് ചെങ്കോട്ടയിൽ പൊട്ടിത്തെറിച്ച് 12 പേരുടെ ജീവനെടുത്തിരിക്കുന്നത്. അതിനുശേഷം പിന്നീട് കേന്ദ്ര ഏജൻസികൾ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുന്ന ഘട്ടത്തിൽ ജമ്മു കാശ്മീരിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും ഗുജറാത്തിൽ നിന്നും ഒക്കെ പിടിയിലാക്കപ്പെട്ടവർക്ക് ഈ സർവകലാശാലയുമായി ബന്ധമുണ്ട് എന്ന വാർത്തകൾ വന്നിരുന്നു. ഏറ്റവും ഒടുവിൽ ഈ ഘട്ടത്തിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വസ്തുത കൂടി പുറത്തു വരികയാണ്. ഈ അൽ ഫലാഹ് സർവകലാശാലയുടെ ചെയർമാനും രജിസ്ട്രാറും പാകിസ്ഥാൻ സന്ദർശിച്ചിരിക്കുന്നു എന്നതാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ സ്ഫോടനത്തിന് ശേഷം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം എത്തി നിൽക്കുന്നത് പാകിസ്ഥാൻ കേന്ദ്രീകൃതമായിട്ടുള്ള ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദിലേക്കും ലഷ്കർ ഇ തൊയ്ബയിലേക്കുമാണ്. ഈ ഘട്ടത്തിലാണ് ഈ സർവകലാശാലയുടെ ചെയർമാനും രജിസ്ട്രാറും പാകിസ്ഥാനിലെത്തിയിരുന്നു എന്ന വാർത്തകൾ കൂടി വരുന്നത്. ഡൽഹിയിൽ നിന്ന് എസ് നന്ദഗോപൻ തയ്യാറാണ്. നന്ദൻ, അപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ആദ്യഘട്ടത്തിൽ തന്നെ ഇതിൻ്റെ അന്വേഷണം എത്തി നിന്നത് ലഷ്കർ, അതോടൊപ്പം തന്നെ ജെയ്ഷെ തുടങ്ങിയ പാകിസ്ഥാൻ കേന്ദ്രീകൃത ഇസ്ലാമിക ഭീകര ശക്തികളിലേക്കാണ്. ഇപ്പോൾ ഇതാ ഈ സർവകലാശാലയുടെ ഏറ്റവും വലിയ ദുരൂഹതയായി നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ സ്ഫോടനത്തിൻ്റെ അന്വേഷണം ചുറ്റിപ്പറ്റി നിൽക്കുന്നത് മുഴുവൻ ഫരീദാബാദ് കേന്ദ്രീകരിച്ചുള്ള ഈ സർവകലാശാലയാണല്ലോ. അതിൻ്റെ രജിസ്ട്രാറും ചെയർമാനും പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പറയുന്നുണ്ട്. ഗൗതം, ഫൈസൽ ഇഷ്ഹാഖ് അതേപോലെ തന്നെ ഡോക്ടർ ഉക്കാഷ എന്നിവർ, അതായത് രജിസ്ട്രാറും ചെയർമാനുമാണ് അൽ ഫലാഹ് സർവകലാശാലയുടെ. ഇവർ രണ്ടുപേരും പാകിസ്ഥാൻ സന്ദർശിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തായിരുന്നു ഇവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്നുള്ളതും ഇപ്പോൾ NIA കൃത്യമായി അന്വേഷിച്ചു വരികയാണ്. മാത്രമല്ല, നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ സർവകലാശാലയിൽ പരിശോധന നടത്തിയിരുന്നു. ഏതാണ്ട് 450 കോടിയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ അല്ലെങ്കിൽ 450 കോടി രൂപ അനധികൃതമായി സർവകലാശാലയിൽ എത്തിയിട്ടുണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കണ്ടെത്തി. ഇതിന്റെ സോഴ്സ് അടക്കം പരിശോധിച്ച് വരുന്നതിനിടയിലാണ് ഈ സർവകലാശാലയുടെ ചെയർമാനും അതേപോലെ തന്നെ രജിസ്ട്രാറും പാകിസ്ഥാൻ സന്ദർശിച്ചു എന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നത്. നേരത്തെ അവിടെ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളും ചില ജീവനക്കാരും പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു. അതായത് ഉമർ നബി അടക്കമുള്ളവർ പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു എന്നുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇതിന്റെ ഈ സർവകലാശാലയുടെ പ്രധാനികളിലേക്ക് അന്വേഷണം നീളുന്നത്. ഈ അന്വേഷണത്തിലാണ് പ്രധാനമായി ഇപ്പോൾ ഇവർ പാകിസ്ഥാൻ, അതായത് രജിസ്ട്രാറും ചെയർമാനും പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു എന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നത്. നേരത്തെ തന്നെ ഈ അൽ ഫലാഹ് സർവകലാശാലയാണ് ഈ തീവ്രവാദ ശക്തികളുടെ വിളനിലമെന്ന് നേരത്തെ തന്നെ അന്വേഷണ ഏജൻസികൾ ഈ ഡൽഹി സ്ഫോടനത്തിന് പിന്നാലെ തന്നെ കണ്ടെത്തിയിരുന്നു. ഇപ്പോഴും ഈ സർവകലാശാല കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടരുകയാണ്. ഈ സർവകലാശാലയിലെ മറ്റ് ചിലർക്കും ഇതുമായി ബന്ധമുണ്ട്, അല്ലെങ്കിൽ ഈ സ്ഫോടനവുമായി ബന്ധമുണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. മാത്രമല്ല, ഈ സർവകലാശാലയിലെ ചില അധ്യാപകർ അവർ കൃത്യമായി തന്നെ ചില ലക്ഷ്യങ്ങളോടുകൂടി തന്നെയാണ് ഈ അൽ ഫലാഹ് സർവകലാശാലയിൽ അധ്യാപകരായും അനധ്യാപകരായും ഒക്കെ തന്നെ ജോയിൻ ചെയ്തത് എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ഇവിടെ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് കൃത്യമായ തീവ്രവാദ സന്ദേശങ്ങൾ നൽകുകയും അവിടെയുള്ള ചില അധ്യാപകരുടെ നേതൃത്വത്തിൽ ഒരു ഹാർഡ് കോർ ഗ്രൂപ്പ് ഉണ്ടാക്കി ഇത്തരം വിദ്യാർത്ഥികളെ ഈ തീവ്രവാദ ആശയത്തിലേക്ക് എത്തുവാൻ സാധ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പരിശീലനമടക്കം നൽകി വരുന്നതായും ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടുണ്ട്. ഈ ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ട്രസ്റ്റികളിലേക്ക് കൂടി നീങ്ങുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ സർവകലാശാലയിലെ രജിസ്ട്രാർക്കും ചെയർമാനും മാത്രമല്ല ഭീകരവാദ ബന്ധമുള്ളത്, മറിച്ച് അതിലെ ട്രസ്റ്റികൾക്കും ചില ഭീകരവാദ ബന്ധങ്ങളുണ്ട് എന്നുള്ളതാണ് ദേശീയ അന്വേഷണ ഏജൻസി സംശയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഈ ട്രസ്റ്റികളിലേക്ക് കൂടി ഇപ്പോൾ അന്വേഷണം നീളുകയാണ്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകളാണ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ചെയർമാനും ട്രസ്റ്റിയും പാകിസ്ഥാൻ സന്ദർശിച്ചു എന്നുള്ളതാണ്. പാകിസ്ഥാനിലെ ഇവരുടെ ഉദ്ദേശം തന്നെ ഇപ്പോൾ ഈ അന്വേഷണ ഏജൻസി കൂടുതൽ പരിശോധിക്കുകയാണ്. ഇവർ പാകിസ്ഥാനിൽ ആരുമായി ബന്ധപ്പെട്ടു, എത്ര ദിവസം ഇവർ പാകിസ്ഥാനിൽ നിന്നു, എന്തായിരുന്നു ഇവരുടെ പാകിസ്ഥാൻ സന്ദർശന ഉദ്ദേശം തുടങ്ങിയ കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ അന്വേഷണ ഏജൻസി ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. ഇപ്പോൾ ലഭ്യമായ സൂചനകൾ അനുസരിച്ച് ഇവർ രണ്ടുപേരും പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു എന്നുള്ളത് മാത്രമാണ്. അതേസമയം വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തത ഉണ്ടാകുമെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഗൗതം, ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ടുള്ള കേസിന്റെ അന്വേഷണം
പാകിസ്ഥാനിലേക്ക് തന്നെ എത്തുകയാണ്. നേരത്തെ തന്നെ ലഷ്കറിന്റെയും ജയ്ഷയുടെയും ഒക്കെ പേരുകൾ ഉയർന്നു കേട്ടിരുന്നു. ഇപ്പോൾ ഈ പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന അൽ ഫലാഹ് സർവകലാശാല, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉൾപ്പെടെ ഇതിന്റെ ചെയർമാനെയും സ്ഥാപകനെയും അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ഈ സർവകലാശാലയുടെ ചെയർമാൻ, രജിസ്ട്രാർ തുടങ്ങിയവർ മുൻപ് പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു. അതിനുശേഷമാണ് ഈ ചെങ്കോട്ടയ്ക്ക് സമീപം സ്ഫോടനമുണ്ടായത് എന്ന വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ആണ് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ ഈ ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. എസ് നന്ദഗോപനാണ് ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ അപ്ഡേറ്റ്സുമായി ചേർന്നത്.